പപ്പട ബോളി ഒന്നുണ്ടാക്കിയാലോ? ഇതാ നോക്കി, പിള്ളേരെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കളർഫുള്ളായിട്ടൊരു ചായക്കടി. നോക്കി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായു. കപ്പ് അരിപ്പൊടി, അതുപോലെ തന്നെ 1 കപ്പ് മൈദപ്പൊടി. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ എള്ള്, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കായപ്പൊടി, ഒരു പിഞ്ച് ചെറിയ ജീരകം, ഒരു പിഞ്ച് വലിയ ജീരകം. ഒന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും നമ്മളെ പപ്പടവടയ്ക്ക് ഒരു കളറല്ലേ ഉപയോഗിക്കുന്നത്, നമുക്ക് ഇന്ന് വേറൊരു ചുമന്ന കളറിൽ ഉണ്ടാക്കിയാലോ? ഇതാ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണേ. കുറച്ചൊഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പപ്പടവടയുടെ കളറൊന്ന് ചേഞ്ച് ആക്കിയാലോ? പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് മാവിനുള്ള ഉപ്പ് മാത്രം ചേർക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. നമുക്കിതാ ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടി കേട്ടോ. നമ്മുടെ ബാറ്റർ ഇത് കണ്ടോ, കട്ട കെട്ടാതെ ഇളക്കണം കേട്ടോ. ഒരു പാൻ അടുപ്പേ വെച്ച് ചട്ടിച്ചൂടാം. വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. പപ്പടം എടുത്തു നമ്മുടെ മാവിൽ നന്നായിട്ട് മുക്കി കണ്ടോ, മുക്കി എണ്ണയിലേക്ക് ഇടാം. നമുക്കേ ഈ മാവിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കണം കേട്ടോ, എന്നാലേ അത് പുള്ളി വരുള്ളൂ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ പപ്പടവടയും കോരി കോരി ഇട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു പപ്പട ബോളി, കളർഫുൾ പപ്പട ബോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് പറയണം കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.